ഹായ് ഫ്രണ്ട്സ്, ശ്രീമോസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ ഇന്നൊരു ഷോർട്ട് ഫിലിം തന്നെയാണ്. നമ്മളെ പ്രജീഷിൻ്റെ ഒരു ഷോർട്ട് ഫിലിം 2 ദിവസം മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അന്ന് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു അതിൻ്റെ ക്യാമറ അതുപോലെ എഡിറ്റിങ്ങൊക്കെ ചെയ്തത് ആരാണെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ആ ആളിന്ന് എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ കണ്ണൻ എന്ന് വിളിക്കുന്ന വിഷ്ണുവാണ് ആ ക്യാമറയും എഡിറ്റിങ്ങൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അവൻ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവനൊന്ന് കാണിച്ചു തരാം. അതാണ്. അപ്പോൾ ഇതാണ് ആ ആള്. കണ്ണാർക്ക് എന്താ പറയാനുള്ളത്? ഇതാണ് നമ്മൾ ആ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തതും എഡിറ്റ് ചെയ്തതും ഒക്കെ ആള്. അപ്പോൾ കണ്ണാർക്ക് എന്താ പറയാനുള്ളത്? നമ്മളെ ഒരുപാട് കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ആണ്. നമ്മളെ ഈ ഇവിടെ അടുത്തൊരു മന ഉണ്ട്, അവിടെ പോയിട്ടൊക്കെയാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പരമാവധി ഷെയർ ചെയ്യുക. അത് ഇൻഷോട്ട് എന്നുള്ള ആപ്പിൽ സാധാരണ ആപ്പിൽ ഇട്ടാണ് എഡിറ്റ് ചെയ്തതൊക്കെ. അതിൽ നമ്മൾ പരമാവധി ഷെയർ ചെയ്യുക. പരമാവധി വ്യൂവേഴ്സ് വരാനുള്ള രീതിയിൽ നിങ്ങൾ എന്താ വെച്ചാൽ പരമാവധി ഷെയർ ചെയ്യുക. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഐഫോൺ വെച്ചിട്ടാണ് ഇവർ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുള്ളത് ഇൻഷോട്ട് എന്ന് പറഞ്ഞുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് അവർ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് വേണ്ടത് ഇപ്പോൾ മാക്സിമം സപ്പോർട്ടാണ്. നമ്മൾ ഓരോ സപ്പോർട്ടും അവർക്ക് ഭയങ്കര പ്രചോദനമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ഇവർക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് നേരെ വീഡിയോ കാണാം. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം എഴുതി അറിയിക്കുക. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോ കാണാം. കാട്ടിലെ ഈ മന കണ്ടപ്പോഴാണ് ഇവിടെ ഇന്നലെ രാത്രി മുതൽ ഭയങ്കര ബഹളാണെന്ന് കേട്ടു. ജൊല്ല പറഞ്ഞു. എനിക്ക് അന്നെയാണ് ഡൗട്ട്, ഇവിടെ കിടന്നിട്ട് എന്തെങ്കിലും കളി കളിക്കണ്ടോ? നമ്മളല്ലടോ, രണ്ടാളും കൂടി അല്ലടോ ഇവിടെ എല്ലാ പരിപാടിയും കാട്ടും. പിന്നെന്ത്? അതിൻ്റെ ഉള്ളിൽ വല്ലതും ഉണ്ടാവും. നമുക്കവിടെ കയറിയാലോ? നടക്കോ? ഇറങ്ങാം.
ഈ രാത്രി ഒരു 11 മണിയാകുമ്പോഴേക്കും ഇങ്ങോട്ട് പോവാം. വീടിന് അങ്ങോട്ട് വന്നാൽ മതി, ആരും അറിയണ്ട. 11 മണിക്ക് കണക്കെന്താ പരിപാടി? എന്നാ 11:30. പേടിക്കാതെ ഇല്ല. എന്തപ്പത് കോലം കത്തിയാശാലോ എവിടിക്കാ? ഒരു പരിപാടിക്കൊന്നല്ലേ, എന്താ നല്ലത്. ഇതോടെ ഞാൻ ഈ പരിപാടി നിർത്താനുള്ളവരുടെയാണ്. എൻ്റെ വീട്ടുകാർക്ക് എന്നെ കാണാൻ പറ്റില്ല. ഈ അങ്ങനെ തന്നെ അല്ലേ? പക്ഷെ അത് മാത്രമല്ല, ഇവിടെ സൗണ്ട് കേൾക്കാറുണ്ട് പറഞ്ഞാൽ ശരിയാ? പിന്നെ എല്ലാരും പറയുന്നതല്ലേ? ശരിക്കും അല്ലേ? ഞാനൊരു കാര്യം പറയാം, ഞാൻ ആരൊന്നും പറയരുത്. നമ്മളെ ഉണ്ണിയമ്പൂരില്ലേ, മൂപ്പരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. നിങ്ങൾ ആദ്യം പറയാൻ ഇരിക്കേണ്ട കാര്യം പറയടോ. ഞാൻ പറയാം, ഈ പേടിക്കില്ലേ. നമ്മുടെ ഉണ്ണിയമ്പൂരില്ലേ, ഉണ്ണിയമ്പൂരിൻ്റെ മോന് വേണ്ടിയിട്ട് ഞാൻ അവിടെ വന്നിട്ടുണ്ട്. ഉണ്ണിയമ്പൂരിൻ്റെ മോനെ എനിക്കറിയില്ലേ? അറിയാലോ. മൂപ്പരാൾ നമ്മളെ നാട്ടിലേതെങ്കിലും പെണ്ണുങ്ങളെ മേത്ത് കണ്ണു വെച്ചാൽ അങ്ങനെ എന്നോടൊരു കാര്യം പറഞ്ഞു. ഞാൻ എന്നിട്ട് ഒരു പെൺകുട്ടീനെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. മൂപ്പരാൾക്ക് അന്ന് അവിടെ രാത്രി ഞാൻ കൊണ്ടുകൊടുത്തു. പിന്നെ ഞാൻ അവിടെ നിന്ന് അപ്പം തന്നെ പോയി. പിന്നെന്താ നടന്നു നിൽക്കില്ല. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മളെ ഉണ്ണിയമ്പൂരിക്ക് വ്രണം വന്ന് മൂപ്പരാൾ മരിച്ചു. പിന്നെ മാനസികമായി എന്നാ പറഞ്ഞത്. എനിക്ക് മോനെ മാനസികമായി എന്നാ പറഞ്ഞത് കേട്ടത്. ഒരു എവിടെയെന്ന് എനിക്കറിയില്ല, അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. നമുക്കത് നോക്കണ്ട, സെറ്റാക്കാം. എവിടെയൊക്കെ അവിടെ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിയിട്ട് അവിടെ നിന്നാൽ മതി.